പിന്നെ എന്റെ എല്ലാ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് ഉപ്പിട്ട് എരിവുണ്ടോ എന്നെല്ലാം നോക്കാനും വെന്തോന്നെല്ലാം നോക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് ഒരു കിഡിലൻ റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത്. നമ്മുടെ അമ്പിളി അമ്മയുടെ ഇടിയിറച്ചി. ക്യാമറയുടെ മുമ്പിലുള്ള ഈ ചെറിയ ചെറിയ പ്രഹസനങ്ങളല്ലാതെ നമുക്കിതിൽ വലിയ റോളൊന്നുമില്ല. കാരണം ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും റെസിപ്പി എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മുടെ അമ്പിളി അമ്മ തന്നെയാണ്. നമുക്ക് പുറത്ത് പോകുമ്പോഴായാലും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കായാലും ഒക്കെ കുറച്ചധികം കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള കിഡിലൻ ഇടിയിറച്ചിയുടെ റെസിപ്പിയാണിത്. ചെറുള്ളിയും കൂടെ ചേർത്തിട്ട് നമ്മൾ വഴട്ടിയെടുക്കും. നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വഴട്ടും. അതിൽ കുറച്ച് കുരുമുളക്, ഏലക്ക, തക്കോലം, ഗ്രാമ്പു, 2 കറുവപ്പട്ടയുടെ കഷ്ണം എല്ലാം കൂടി ഇതിലിട്ട് വറക്കുക. തക്കോലം എന്താ? തക്കോലം എന്ന് പറഞ്ഞ സാധനം ഇതിനകത്തുണ്ട്, വൈക്കത്തിലുള്ള. അത് കൂടി ഇട്ടിട്ട് ഇത് വറുത്തത് ബ്രൗൺ കളർ ആവുന്ന വരെ വറക്കുക. എന്നിട്ട് നമ്മൾ മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചില്ലി പൗഡർ കൂടെ ചേർത്തിട്ട് അത് നല്ലതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ ചവച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലിട്ട് വറുത്ത് നന്നായിട്ട് 1 മണിക്കൂറോളം അത് വറുത്തെടുക്കുക. അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇടിയിറച്ചി. അത് നമുക്ക് വർഷങ്ങളോ ഇരിക്കും, നല്ല ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ 6 വർഷങ്ങളോ ഇരിക്കും. ഒക്കെ കഴിക്കാൻ വേണ്ടി അതെടുത്ത് 2 സ്പൂൺ എടുത്തിട്ട് അതിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ഇല്ലേ, അത് ചേർത്ത് ചാലിച്ച് നമുക്ക് ചോറിന്റെ കൂടോ കഞ്ഞിയുടെ കൂടോ ചപ്പാത്തിയുടെ കൂടോ പൊറോട്ടയുടെ കൂടോ എന്റെ കൂടെ വേണ്ടിയിട്ട് കഴിച്ചു. പുറത്ത് വെച്ചാലും 2 ആഴ്ച നന്നായിട്ട് ഇത് കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ്. അത്യാവശ്യം വീടുകളില് നമ്മുടെ മക്കൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. എവിടെയെങ്കിലും വെളിയിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് 1 മാസത്തേക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുത്തു വിട്ടാലോ നോക്കാം. യൂഷ്വലി ഫ്രീസ് ചെയ്തിട്ട് വെറുതെ ബീഫ് അല്ലേ കൊണ്ടുപോകുന്നത്, ചിക്കനും ബീഫൊക്കെ. അതിന് കറിയായിട്ട് തന്നെ 2 ആഴ്ച ഇത് എടുക്കാം, ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിരുന്നിട്ട് നമുക്ക് അത്യാവശ്യം എടുത്ത് കഴിക്കാൻ തോന്നുമ്പോൾ എടുത്ത് ചൂടാക്കിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് ചാടിച്ചാല് നല്ല ഭക്ഷണമായിട്ട് നമുക്ക് നോട്ടോടെ കഴിക്കാം. നമുക്ക് എന്താ കഴിക്കാൻ എടുക്കുന്ന വെച്ചാൽ അതിലൂടെ കഴിക്കാം. അത്യാവശ്യം എരിയും ബീഫിന്റെ ടേസ്റ്റും എല്ലാം ഉള്ളത് രുചിയുള്ള സാധനം. മറന്നുപോയി. നമുക്ക് ഓർഡറുകൾ വെച്ച് എടുക്കുന്ന ബീഫ് എന്ന് പറയുന്നത് നമ്മള് ട്രയർ ഉണക്കിയോ അല്ലെ പുകയോ ഉണ്ടല്ലോ, അപ്പൊ ഇതുപോലുള്ള പുകയൊക്കെ കെട്ടിയിട്ടിട്ട് ഉണക്കിയെടുക്കും. പിന്നെ അത്യാവശ്യം നമുക്ക് വീടുകളിൽ ഉണക്കണമെങ്കിൽ ഇതുപോലെ അടുപ്പുണ്ടാക്കിയിട്ട് നമുക്ക് 1 കിലോ ഒക്കെ മതിയെങ്കിൽ അടുപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു തട്ടം വെക്കും. എന്തെങ്കിലും ഒരു തട്ടം അലോപ്പിനത്തിന്റെ പുരട്ടിയിട്ട് ഇതിലോട്ട് വെച്ച് ചെറിയ തീ കൊടുത്താൽ മതി. അവിടെ നിന്നത് ഉണങ്ങി അപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് നമ്മുടെ വീടുകളിൽ ഇടിയിറച്ചി കഴിക്കണമെന്ന് തോന്നാൽ അപ്പൊ ചെയ്യാം. എന്നിട്ടത് ഉണക്കി വെച്ചിട്ട് നമ്മള് ഇടികല്ലില് വെച്ച് ചതച്ചെടുക്കണം. ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് ചതച്ചെടുക്കണം. അത് ഇതിലിടുന്ന പോലെ തന്നെ വറ്റല് മുളകും ഇതെല്ലാം കൂടി ഇട്ടിട്ട് വറുത്തിട്ട് അതിലോട്ട് ഇടിച്ചെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സാധനമാണ്. ബീഫ് കഴിക്കണം തോന്നുമ്പോഴൊക്കെ ചെയ്യാം. ഇവിടെ ഇവനെന്തോ കാര്യമായിട്ട് കാണിക്കുന്ന ആർക്കും മനസ്സിലാവും. ആർക്കോ കൊടുത്തു വിടാൻ വേണ്ടി അമ്മ ഉണ്ടാക്കുന്ന ഇടിയിറച്ചിയായിരുന്നു ഇത്. കറക്റ്റ് പുറത്ത് വെച്ച് സൂക്ഷിക്കുവാണെങ്കിൽ 15 days നമുക്ക് കേട് കൂടാതെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ 6 months നമുക്കിത് ഇരിക്കും. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇടിയിറച്ചി ട്രൈ ചെയ്യുന്നെങ്കിലും കൂടെ ഉള്ളവരൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം ബീഫ് കഴിക്കാത്ത ഒരാളാണ്, പക്ഷെ ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു സൈഡിൽ കുക്കിംഗ് കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡ് ക്യാമറ എവിടെ ഉണ്ടോ അവിടെ വിഷ്ണുവി ഉണ്ട്. ഇങ്ങനത്തെ ഒരു ചങ്ങ് നമ്മുടെ എല്ലാ കൂട്ടത്തിലും കാണാം. എവിടെ ക്യാമറ വെച്ചാലും അവൻ അവിടെ കറക്റ്റ് ആയിട്ട് മുമ്പിൽ വന്ന് നിന്നോളൂ. നമ്മളൊക്കെ ക്യാമറയിൽ കാര്യമായിട്ട് അഭിനയിച്ച് തകർക്കുമ്പം ഒട്ടും ഓവറാക്കി ചളവാക്കാതെ അമ്പിളിയമ്മ നല്ല കിടിലനായിട്ട് നമുക്ക് എല്ലാ റെസിപ്പിയും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇങ്ങനത്തെ കുറച്ചധികം സ്പെഷ്യൽ ഡിഷസിന്റെ റെസിപ്പി അമ്പിളിയമ്മയുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം, ഞങ്ങൾ അതിന്റെ വീഡിയോസ് എന്തായാലും ഇടുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ സീ യു, ബൈ.